ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെ നിൽക്കുകയാണോ അന്വേഷണ സംഘം എന്നുള്ളൊരു വലിയ സംശയം സാധാരണക്കാരടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരിലേക്കും എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുന്നില്ലെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുരാരി ബാബുവിനെയും സുനിലിനെയും അടക്കം ചോദ്യം ചെയ്തേക്കും ഉടൻ എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എപ്പോഴത്തേക്ക് ഉണ്ടാകും വിവരങ്ങൾ? ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് തന്നെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗത്തിൽ മുരാരി ബാബുവിനെയും അതോടൊപ്പം സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തുകയും ചെയ്തത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്തതെന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് നിലവിൽ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിരുന്ന മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ ബംഗളൂരുവിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി എത്തിക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 2021 ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.